ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമൂടി ശീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കളറും ഒക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ളൊരു ഹെയറാണ്. ഹെയർ കളർ എന്ന് പറയുമ്പോൾ ഹെന്നയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല ഡാമേജായ ഹെയർ, അപ്പോൾ അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ സ്കാൽപ്പൊക്കെ തെളിഞ്ഞ് കാണുന്ന ഒരു ടൈപ്പ് ഹെയർ, തിന്നായിട്ടുള്ള ഹെയർ, അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും നല്ല തിക്നെസ് ഉണ്ട് ഹെയറിന്, ഡ്രൈ ആണ്. അപ്പോൾ അത് കുട്ടിക്ക് ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കേൾസ് വേണമെന്ന് പറഞ്ഞ് നന്നായിട്ട് അതുപോലെ നമ്മൾ കേൾസൊക്കെ ഇട്ട് കുട്ടി എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ റോസ്മേരി വാട്ടർ വീട്ടിൽ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ, അപ്പം വീട്ടിലുണ്ടാക്കുന്നവരാകുമ്പം ചെയ്യേണ്ടത്, നമ്മൾ ഡ്രൈ റോസ്മേരി ലീഫ് മേടിച്ച് നമ്മൾ അത് തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്തിൽ മിക്ക ആൾക്കാരും ഇപ്പം വീട്ടിൽ തന്നെ തിളപ്പിച്ച് യൂസ് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരും പറയാറുണ്ട്, അത് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം നമ്മൾക്ക് കുറച്ചും കൂടെ ഡാൻഡ്രഫിനൊക്കെ കുറച്ചും കൂടെ ഒരു ബെറ്ററാണ് ഉലുവ ഇടുന്നത്. 1, 3, 5, 7, 9 അങ്ങനെ വേണം ഉലുവ നമ്മൾ തിളപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എണ്ണിയിട്ട് 1, 9 ഉലുവ, അത്രയൊക്കെ മതി. അതിൽ കൂടുതൽ ഉലുവയുടെ ആവശ്യമില്ല. അപ്പോൾ അത്രയും മാത്രം ഇട്ട് തിളപ്പിക്കുക ഈ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ 5 മിനിറ്റ് കൂടുതൽ തിളപ്പിക്കുകയും ചെയ്യരുത്. കൂടുതൽ നമുക്കതിൻ്റെ ഒരു കറ ഇറങ്ങുന്നിടം വരെ തിളപ്പിക്കേണ്ട കാര്യമില്ല. അതിൽ 5 മിനിറ്റ് മാത്രം തിളപ്പിക്കുക. വളരെ കുറച്ച് സമയം തിളപ്പിച്ചിട്ട് നമ്മൾ തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി, എന്നിട്ട് നനഞ്ഞ ഹെയറിലാണ് അത് സ്പ്രേ ചെയ്യേണ്ടത്. മിക്ക ആൾക്കാരും ഡ്രൈ ഹെയറിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഡ്രൈ ഹെയറിൽ നന്നായിട്ട് നനച്ചങ്ങ് സ്പ്രേ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. അത് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ 80% നമ്മുടെ ഹെയർ ഡ്രൈ ആവും. 80% എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ചെറിയൊരു നനവ് അത്രയും മാത്രമാവും. ആ സമയത്ത് നമ്മൾ സ്കാൽപ്പ് ഓരോ പാർട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അതങ്ങ് ഉണങ്ങാൻ വിട്ടാൽ മതി. അല്ലാതെ ഡ്രൈ ഹെയറിൽ അടിക്കേണ്ട കാര്യമില്ല. അതെപ്പോഴും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് എടുത്ത് നമ്മൾ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്യുക. എന്നിട്ട് വളരെ കുറച്ചിൻ്റെ ആവശ്യമുള്ളൂ, എല്ലാ ഭാഗവും ആകണമെന്ന് മാത്രം. എന്നിട്ട് അതങ്ങ് ഉണങ്ങാൻ വിട്ടാൽ മതി, ഡ്രൈ ആയിക്കോട്ടെ. പിന്നെ ഡ്രൈ ആയതിന് ശേഷം കെട്ടി വെക്കാവൂ. അതുപോലെ തന്നെ ഈ ഉലുവ ഇട്ട് നമ്മൾ തിളപ്പിക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ, അത് മറക്കരുത്. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാവും, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഹെയർ പാക്ക് ഉപയോഗിക്കണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ 1 അല്ലെങ്കിൽ 2 ആകാവൂ. അതുപോലെ എഗ് വൈറ്റ് 1, പിന്നെ അലോവേര ജെല്ല് ആവശ്യത്തിന്. അത് സ്കാൽപ്പിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം പ്ലെയിൻ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് 80% ഉണങ്ങിയതിന് ശേഷം ഈ റോസ്മേരി വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അത് നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ, കണ്ടില്ലയോ? നല്ല ഡാമേജ് ആയിട്ടുള്ളൊരു ഹെയറാണ്. അപ്പോൾ ഹെയർ കളർ വെച്ചാൽ ഹെന്നയും ഒക്കെ ചെയ്യുന്ന ഹെയർ ആയിരുന്നത്. അപ്പോൾ ഹെന്നയും ഒക്കെ ചെയ്ത് നല്ല ഡ്രൈനെസ്സും ഉണ്ട്, നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ. അപ്പോൾ ഈ ഹെയറിനകത്താണ് നമ്മളിപ്പം ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്യണം. എന്നാൽ ഇത് നമ്മുടെ ഈ സ്കാൽപ്പിൽ നിന്ന് തുടങ്ങുന്നിടത്ത് ഡാർക്കസ്റ്റ് ബ്രൗൺ അടിച്ചിട്ട് ഈ താഴോട്ടുള്ളിടത്ത് എണ്ണയുടെ കളർ കിടക്കുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അത് പെർമനൻ്റ് ആണെന്നല്ല, അതിനി പോകത്തില്ല ആ കളറ്. ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ഹെയറാണിത്. അപ്പോൾ ഹെയർ ഇനി ഇത് അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. കാരണം ഇതിൻ്റെ ഈ ക്രൗൺ ഏരിയയൊക്കെ നല്ല ചേഞ്ചായിരുന്നു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇത് രണ്ടാമത്തെ ഹെയർ, സ്കാൽപ്പൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഹെയർ ആയിരുന്നു. അപ്പോൾ ഈ ഹെയറിനത് ലെങ്ത് അധികം കട്ട് ചെയ്യാനില്ല, എന്നാലും കുറച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ക്രൗൺ ഏരിയ തീരെ ഹെയർ ഇല്ല. അത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് ഉള്ള ഹെയറിൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്.
അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് നമുക്ക് കിട്ടി. ഇത് 6 മാസമാകുമ്പോൾ നമ്മൾ റൂട്ട് ടച്ച് ചെയ്യുമ്പോൾ കെരാറ്റിനോട് കൊടുക്കണം. അതുപോലെ തന്നെ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുക്കണം. മാസത്തിലൊരു പ്രോട്ടീനും ചെയ്ത് കൊടുക്കണം. 2 ആഴ്ച ഇരിക്കുമ്പോൾ നമ്മുടെ ഹെയർ പാക്ക് വിടണം. അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഇത്രയും ഇടണം. ഇത്രയും ഇട്ട് അതുകൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 6 മാസം ആക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയിരിക്കും കിളിർത്ത് വരുന്നത്. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഈ കൊഴിഞ്ഞു പോയിട്ടുള്ള ഹെയർ എല്ലാം കിളിർത്ത് വരും. എന്നാലും നമ്മൾ ഈ പാക്കൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഡാൻഡ്രഫിൻ്റെ ശല്യം അതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പ്രോട്ടീൻ ചെയ്യാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇത് മൂന്നാമത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും നല്ല ഡ്രൈ ഉള്ള ഹെയറുമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഒരുപാട് ലെങ്ത് കുറച്ചിട്ടില്ല, ലെങ്ത് കുറയ്ക്കാതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും വേണം, കെട്ടിയും വെക്കണം. എന്നാൽ എൻ്റെ ഭാഗത്ത് നല്ല കേൾസും വേണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറാണെന്ന് കണ്ടാൽ പറയരുത്, നാച്ചുറൽ ലുക്കായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ കുട്ടിയുടെ ഹെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കേൾസ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ആ രീതിയിൽ. പക്ഷേ ഇതിൻ്റെ ദോഷമെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ ഇത് ലെങ്ത് കൂടി വരുമ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് കേൾസിന് കുറച്ചും കുറയും. അതേസമയം ചെറിയ വേവിയാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്താലും ആ ഒരു ചെറിയ വേവിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാഗത്ത് ആ ഒരു കേൾസ് നിർത്തിയേക്കുന്നത് കൊണ്ട് ഇത് നാച്ചുറൽ ലുക്ക് തന്നെ വന്നിരിക്കുന്നത്. ബ്രൗൺ ഏരിയയിലുള്ള ഹെയർ ആണെങ്കിലും ഒരു കേൾസ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിന്. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.